ഹെഡ് ഓഫീസിൽ നിന്നാ. ശരി മാഡം. ആ സർ. ആ പറയൂ സർ. എല്ലാം പ്ലാൻ ചെയ്തപോലെ നടന്നല്ലോ. അതെ സർ, ആളെന്നോടൊപ്പം ഉണ്ട്. ഞാനിപ്പോ കുറച്ച് മാറി നിന്നാ സംസാരിക്കുന്നത്. സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല, എല്ലാം സേഫാ. അവളുടെ രക്ഷകയായിട്ട് തന്നെയാ എന്നെ കാണുന്നത്. അടുത്ത കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാലോ. എല്ലാം അറിയാം. ഇവള് തീർന്നു എന്ന് ഉറപ്പാക്കിയിട്ടേ ഞാൻ മടങ്ങും. ടീമെല്ലാം സ്ട്രോങ് അല്ലേ? അതെ സർ. രഹസ്യങ്ങളൊന്നും പുറത്തു പോകരുത്. തട്ടിയ ശേഷം അപകടമരണമാക്കി മാറ്റണം. പറയണ്ടല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. അറിയാം സർ. സാറൊന്നും പേടിക്കണ്ട. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ദേവിക ഈ ഭൂമിയിൽ നിന്ന് പോയിരിക്കും. ഓക്കെ, ഞാൻ വിളിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ. ചില ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളാ, അതാ മാറി നിന്ന് സംസാരിച്ചു. എനിക്കറിയാം മാഡം. മാഡം, അവര് നമ്മളെ പിന്തുടരുന്നുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ അത് നേരത്തെ നോട്ട് ചെയ്തു. ദേവിക്ക് ടെൻഷനാവണ്ടെന്ന് വിചാരിച്ച പറയത്തെ. തൽക്കാലം നമുക്ക് എവിടെയെങ്കിലും സേഫായ സ്ഥലത്ത് ഹോൾഡ് ചെയ്യാം. അയ്യോ, നമുക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ. അയ്യോ, അല്ല അത് സിദ്ധാർത്ഥൻ സാറിനോടുള്ള ബഹുമാനം കൊണ്ട് പറയാ. പോലീസുകാരിൽ എന്നെ പോലെ 1-2 പേരെ നിങ്ങളോടൊപ്പം നിൽക്കൂ. ഡിപ്പാർട്ട്മെന്റിൽ ഭൂരിഭാഗവും ഈ ഗുണ്ടകളെ രക്ഷിക്കാനേ നോക്കൂ. അതുകൊണ്ട് സ്റ്റേഷനിൽ അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ അടുത്ത് എന്റെ വീട്, നമുക്ക് അവിടെ കയറാം. അല്ല മാഡം, അത് എന്റെ വീട്ടിൽ കയറിയാ ചിലപ്പോ ഒരു മടങ്ങിപ്പോവും. അതല്ല, അടുത്ത സ്റ്റേഷനിൽ അറിയിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സിയുടെ കൂടെയുള്ളവരാ ഇവന്മാരൊക്കെ. കുട്ടി വാ, നമുക്കൊന്ന് മാറി നിൽക്കാം. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.